നമുക്കൊരു നല്ല പ്രഭാഷകനാവണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ല ക്ഷമയാണ്. ക്ഷമയും ഒപ്പം നല്ല പരിശീലനവും, പരിശ്രമം അത് നിർബന്ധമാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന ചില ടിപ്സുകൾ, അതിൽ ഏറ്റവും അവസാനം പറഞ്ഞത് പുസ്തകത്തിൽ ഒരു പേജ് സെൻറ്റൻസ് ആയിട്ട് വായിക്കണം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വായിച്ചോ? സെൻറ്റൻസ് ആയിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നിരുന്നു എങ്ങനെ വായിക്കാന്നാണ്. ഒഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഒരൊറ്റ പേജ് വായിച്ചാൽ മതി എന്നുള്ളത്. യെസ്, ഞാനതിൽ കാണിച്ചു തരണോ? ഇതാ, ഇനി ഒരു പേജ് വായിക്കാൻ കഴിയാത്തവർ അരപ്പേജ് വായിച്ചാൽ മതി. അതിനും കഴിയാത്തവർ ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി. ഒരു പാരഗ്രാഫ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതെങ്കിലും വായിക്കണം. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ ഇത് ചെയ്യുന്നത് വേണം. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒരു കൊല്ലം വന്നാലും ഒന്നും ആവില്ല. അപ്പം മനസ്സിൽ സങ്കടം ഉണ്ടാവും, ഞാൻ ഒരു കൊല്ലം പോയിട്ട് എനിക്കൊന്നും ആയില്ലല്ലോ എന്ന്. എന്താ ആവാത്തത്? ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യായിട്ട്. ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ പ്രസംഗകലയാണ് ആശയങ്ങൾ കൈമാറാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമം. അപ്പം ഞാൻ നിർത്തിയത് എവിടെയാണ്? ആ ഫുൾ സ്റ്റോപ്പിലാണ്. നമുക്കത് നിർത്തി വായിക്കാം. പ്രസംഗകലയാണ് ആശയങ്ങൾ കൈമാറാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമം. ഇങ്ങനെയല്ല, ഇത് നിർത്താതെ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് വായിക്കാം. പ്രസംഗകലയാണ് ആശയങ്ങൾ കൈമാറാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമം. വാക്കുകൾക്കനുസരിച്ചുള്ള മുഖഭാവവും ആംഗ്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് ശ്രോതാക്കൾക്ക് പ്രസംഗം ഹൃദ്യമായി തോന്നുന്നത്. ഇങ്ങനെ എവിടെയാണോ ഫുൾ സ്റ്റോപ്പ്? ഇതിന് സമയമില്ല എന്ന് ഒരിക്കലും പറയരുത്. കാരണം ഒരു പാരഗ്രാഫ് വായിക്കാൻ 1 മിനിറ്റ് മതി. 1 മിനിറ്റ് നമുക്ക് ബടായി പറയാൻ സമയം ഇഷ്ടം പോലുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ സമയമില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനും നമുക്കും 24 മണിക്കൂർ തന്നെ ഉള്ളൂ. എന്നിട്ട് അവർക്ക് എത്ര സമയമുണ്ട്? പ്രധാനമന്ത്രി ഒറ്റ ദിവസം കൊണ്ട് 10 രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് പോരാറുണ്ട്. ഉച്ചക്ക് പോരാണെങ്കിൽ പിന്നെ വൈകുന്നേരം വേറെ അവിടെ. എന്നിട്ട് സമയമില്ലാന്ന് മുഖ്യം പറയലുണ്ടാവും. അപ്പോൾ സമയമില്ലെന്ന് പറയാൻ പറ്റില്ല, അത് ചെയ്യണം. ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ഇവിടെ എല്ലാവരോടും പറയാറുണ്ട്, ചോദിക്കാറുണ്ട് ഇവിടെ വന്ന ആളുകളൊക്കെ പ്രഭാഷകരായോ എന്ന്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിൽ അവരായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആയിട്ടുണ്ടാവില്ല. ഇത് നിർബന്ധമായിട്ട് ചെയ്യാം. പിന്നെ ഇന്ന് പറയാനുള്ളത്, ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഓരോ ക്ലാസ്സിലും ഓരോന്നാ പറയാം. ഇനി നിങ്ങൾ വായിക്കുമ്പോൾ വായിക്കാനുള്ള പുസ്തകം ഉണ്ട് കേട്ടോ. അപ്പോൾ ആർട്ട് ഓഫ് പാരൻറ്റിങ് അത് വായിച്ചാൽ നിങ്ങൾ ഇത് ശരിയാവുകയും ചെയ്യും. കുടുംബത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വേറെ സമാധാനം അതും ഉണ്ടാവും. 2 കാര്യമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് പോകുമ്പോൾ ഒരു ഹൈലൈറ്റർ വാങ്ങാം. അതറിയില്ലേ ഹൈലൈറ്റർ? അതായത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ആ വായിക്കുന്ന വരിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു പേനയാണ് ഹൈലൈറ്റർ. അത് നിങ്ങൾ പറഞ്ഞാൽ കിട്ടും. പച്ച, മഞ്ഞ, പല കളറിലും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വായിക്കുന്ന സമയത്ത് നിങ്ങൾ സാധാരണ കേൾക്കാത്ത അല്ലെങ്കിൽ സംസാരിക്കാത്ത വല്ല പദങ്ങളും കാണുമ്പോൾ ആ പദങ്ങൾക്ക് മുകളിൽ അവിടെ ഇങ്ങനെ വരയ്ക്കുക. അതിൻ്റെ മുകളിൽ വരയ്ക്കുക. ഉദാഹരണമായിട്ട് നൈസർഗികമായ കഴിവാണ് പ്രസംഗം എന്ന് ചില ആളുകൾ പറയാറ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാത്ത വാക്കാണ്. നൈസർഗികമായ എന്ന് നമ്മൾ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. പുതിയ വാക്കായി തോന്നുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വേഗം വരച്ചോളുക. പിന്നെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇത്തരം പരിശീലനങ്ങൾ ശ്ലാഘനീയമാണ്. ശ്ലാഘനീയം ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. പുതിയൊരു വാക്ക് കണ്ടു, ആ വേഗം അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ പദം കിട്ടും. ഒരു പേജ് വായിക്കുമ്പോൾ 2 or 3 പുതിയ പദം കിട്ടും. അപ്പോൾ നമ്മൾ ഒരാഴ്ച വായിക്കുമ്പോൾ നമുക്ക് ഒരു 10 or 15 പദങ്ങളായി. ഒരു മാസം വായിക്കുമ്പോൾ എത്ര പദങ്ങൾ കിട്ടും? കുറേ പദങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ കാണാത്ത, ഉപയോഗിക്കാത്ത വാക്കുകൾ കാണുമ്പോൾ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം ആ ഹൈലൈറ്റർ കൊണ്ട്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നിങ്ങനെ വായിച്ച് പോയതൊക്കെ ഒന്ന് മറിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രത്യേകം ആ ഹൈലൈറ്റ് ചെയ്തത്, ആ മാർക്ക് ചെയ്ത് ഇങ്ങനെ കാണും. ശ്ലാഘനീയം, നൈസർഗികമായ, ഇങ്ങനെ പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ കാണും. അത് ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പുതിയ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ മൈക്കിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് പദങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇത് ഇന്ന് മുതൽ ചെയ്യണം. ആരും ബേജാറാവണ്ട. ഒരു പേജ് 2 പേജ് ഒന്നും ഞാൻ വായിക്കാൻ പറയുന്നില്ല. എത്ര പറയുന്നുള്ളൂ? ഒരു പാരഗ്രാഫ് നിർബന്ധമായിട്ടും ചെയ്യും. ഇനി പിന്നെ മറ്റൊരു പ്രശ്നം നമ്മുടെ ഈ വോയിസിൻ്റെ കപ്പാസിറ്റിയാണ്. നമുക്ക് ഈ ബ്രീത്തിങ് അല്ലെങ്കിൽ വോയിസിൻ്റെ ഇഷ്യൂ, നമുക്ക് ഒരു സെൻറ്റൻസ് ഒന്നിച്ച് പറയാൻ നമുക്ക് ഈ വായുശക്തി കുറവായിരിക്കും. വായുശക്തി ഉണ്ടാക്കിയെടുക്കണം.
ചിന്തോദ്ദീപകമായ വാക്കുകളാൽ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മൂസ ഹാജി അവർകളെ, ഇത് ഒന്നിച്ചിട്ട് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് വായുശക്തി വേണം. ഈ വായുശക്തി ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. അത് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത്തത് ബ്രീത്തിങ്, മുക്കിലൂടെ ഇങ്ങനെ ശ്വാസം എടുക്കുക, ഇത് ചെയ്യണം. ഇതോടൊപ്പം തന്നെ ഇനി ഈ വായുശക്തി കൂട്ടാൻ എന്താ ചെയ്യേണ്ടത് അറിയാം? നേരത്തെ നീറ്റിക്കുക ചെയ്യേണ്ടത്, ശ്വാസം മൂക്കിലൂടെ വലിക്കുക. നോക്കിക്കോ, ഞാൻ ചെയ്യും പോലെ. എന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യണം, ശ്വാസം വിടാൻ പാടില്ല. എത്ര സമയം ശ്വാസം പൊടിച്ചു വെക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ വിടുമ്പോൾ ഇങ്ങനെ മൂക്കിലൂടെ ഇങ്ങനെ വായിലൂടെ വിടുക. വിടുമ്പോൾ കൈ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരിക. ഞാൻ കാണിച്ചു തരാം. ആദ്യം നോക്കിക്കോട്ടോ. സാവധാനം. ഞങ്ങൾ പുഴയുടെ വക്കിലായതുകൊണ്ട് പണ്ട് മുങ്ങിയിട്ട് എണ്ണുമായിരുന്നു. ഒരാൾ മുങ്ങിയിട്ട് എത്ര നേരം വെള്ളത്തിനടിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ അന്ന് 100 പേരൊക്കെ എണ്ണിയിരുന്നു. പക്ഷെ ഇപ്പോൾ കൈകൾ ചേട്ടാ, അന്ന് ചെറിയ പ്രായത്തിൽ. ഇത് നമുക്ക് വായു പിടിച്ചു വെക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒപ്പം ചെയ്യാം. ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ വിട്ടുകൊണ്ട് അറ്റാക്കായി മരിച്ചുപോയിട്ടുള്ളൊരു എന്ന് പറയരുത്. നിങ്ങൾക്ക് പറ്റുന്നത് അത്ര ചെയ്യുക. കുറച്ച് വിട്ട് നിൽക്കുക. നോക്കിക്കോ, നിങ്ങളെ കപ്പാസിറ്റി വരെ ഹോൾഡ് ചെയ്താൽ മതി. ഇങ്ങനെ നിൽക്കുന്നു, ഇതാ മൂക്കിലൂടെ വലിച്ചോളൂ. മൂസാജിയെ പറ്റണമെങ്കിൽ കൈ ഇട്ടോണ്ടിട്ടാ. വിടുമ്പോൾ വായിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം കുറച്ചേ പറ്റുള്ളൂ, അതങ്ങനെ പരിശീലിക്കുക. വായുശക്തി ഉണ്ടാക്കാനോ നമുക്ക് എത്രയും ശ്വാസം പിടിച്ചു വെക്കാനുള്ള കഴിവ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി ഇങ്ങനെ പരിശീലിക്കുക. ഒന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ മൂക്കിലൂടെ വലിക്കുമ്പോൾ കൈ ഇങ്ങനെ വെക്കുക, ഇവിടെ കൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്ര പിടിച്ചു വെക്കാൻ വരെ നോക്കുക. പിന്നെ വിടുമ്പോൾ വായിലൂടെ വിടുക. വിടുമ്പോൾ ഇങ്ങനെ പതുക്കെ വിടണം, വായിലൂടെ പതുക്കെ വിടുക. ആ, ഒന്നിച്ചിടാൻ പാടില്ല, പതുക്കെ ഇങ്ങനെ വിടും. ഇരിക്കി. അത് പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമതായി ചെയ്യേണ്ടത് ഹമ്മിങ് എന്നാ പറയാ. ഹമ്മിങ് എന്ന് പറഞ്ഞാൽ ഈ തേനീച്ചകളൊക്കെ മൂളൂലേ, എന്നുള്ള ഈ ഒരു മൂളക്കം. ഹമ്മിങ്ങിന് 3 അക്ഷരമുള്ളത്. ഒന്ന് അ, ഒന്ന് ഇ, ഒന്ന് ഉ. ഏതൊക്കെ? അത് നോക്കുക. ഇതേപോലെ തന്നെ അത് നമ്മൾ കിടന്നിട്ട് ചെയ്യുക, ഇരുന്നും ചെയ്യാം. ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നട്ടെല്ല് വളയാതിരിക്കണം. നട്ടെല്ല് വളയാതെ നിവർന്നിരിക്കുക, റിലാക്സ് ആയിട്ട് നോക്കിക്കോളൂ. ഇങ്ങനെ ചെയ്യണം. കിടക്കുകയാണെങ്കിൽ മലർന്ന് കിടന്നിട്ട് കണ്ണടക്കുക, കിടക്കുകയാണെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? മറ്റുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ ഈ തള്ളവിരൽ കൊണ്ട് ചെവി നന്നായിട്ട് പൊത്തി പിടിക്കണം. ഇപ്പം ചെയ്യണ്ട, ഞാൻ പറഞ്ഞതാണ് രീതികൾ. വേറെ ശബ്ദവും ഉള്ളിലേക്ക് വരാൻ പാടില്ല. എന്നിട്ട് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ആയിക്കോളൂ. ചെവി പൊത്തിപ്പിടിക്കുന്നു. ഇപ്പം ചെയ്യണ്ട, ഇപ്പം ഞാൻ ചെയ്യണത് കണ്ടാൽ മതി. ചെവി ഫുള്ളായിട്ട് പൊത്തിപ്പിടിക്കുന്നു. അപ്പോൾ വേറൊരു ശബ്ദവും നമ്മൾ കേൾക്കില്ല. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നോക്കിക്കോളൂ. മൊബൈലൊക്കെ ഒന്ന് ഓഫാക്കിയാൽ മതി. നന്നായിട്ട് മൂക്കിലൂടെ വലിക്കുക. എന്നിട്ട് വായുവിലൂടെ വിടുമ്പോൾ നമ്മൾ ആ നക്ഷരം കേട്ടോ. നോക്കാം. ഇങ്ങനെ
എത്ര നീട്ടിക്കൊണ്ടാകാൻ പറ്റുമോ അത്രത്തോളം നീട്ടിക്കൊണ്ടോണം. ചെയ്താട്ടെ എല്ലാവരും. മൂക്കിലൂടെ വലിക്കൂ, ഇനി വായിലൂടെ വിടും. അപ്പോൾ ആന്ന് പറയും. ഇത് തമാശ ആയിട്ട് ഇത് തോന്നും. വലിയ യേശുദാസ് അടക്കം കുളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഇത് ചെയ്യലുണ്ട്, സാധകം ചെയ്യാറുണ്ട്. അവരൊക്കെ വലിയ ആളുകളായതിൻ്റെ പിന്നിലുള്ള സംഭവം ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. നമുക്കിത് കുട്ടികളെ തോന്നും, വലിയ സംഭവമാണ്. ഇതിലൂടെ ശബ്ദത്തിൻ്റെ ഈ ഇത് മാത്രമല്ല, ഈ ബ്രീത്തിങ് കപ്പാസിറ്റി മാത്രമല്ല, വേറെയും ഗുണങ്ങളുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗുണം എന്താണെന്നുള്ളത്. രണ്ടാമത്തെ അക്ഷരം ഇ നോക്കുക. ഈ എത്ര കഴിയുമോ അത്രയും ചെയ്യും. ആദ്യം കുറച്ചേ പറ്റുള്ളൂ, പിന്നെ അങ്ങനെ നീട്ടിക്കൊണ്ടിക്കൊണ്ടുപോവാം. ഇത് പരിശീലിക്കാം. അടുത്തത് ഏതാ? നോക്കിക്കോളി, ഒപ്പം ചെയ്യാം. നട്ടല് നിവർന്നിരിക്കണം, ചാരിക്കരുത്. അജ്മൽ, ഈ ചെയ്യുമ്പോൾ ചുണ്ട് ശരിക്കും ഇങ്ങനെ ആവണം. ചുണ്ട് കൂർപ്പിച്ചെടുക്കണം. ഇതും പ്രാക്ടീസ് ചെയ്യാം. ഇനി അവസാനം ഒന്നും കൂടെ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അത് മലയാളത്തിലെ സ എന്ന സ്വരാണ്. സ. ഇത് സ. എത്ര പറ്റും എത്ര അരുന്ന് കാട്ടിക്കാം. സ മാത്രം ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നട്ടല് വളഞ്ഞിരിക്കാൻ വേണ്ടിട്ടോ, നട്ടല് നിവർന്നിരിക്കണം. കുറച്ച് പ്രയാസം തോന്നുന്നില്ലേ? ഉണ്ടോ അജ്മല്? ആ നാരായൺ സാറൊക്കെ എന്തായാലും ചെയ്യണം. കാരണം ശരിക്കും ശബ്ദം കൊണ്ട് വ്യക്തതയൊക്കെ കുറവുള്ള ആളുകൾ, വാക്കകത്ത് കുടുങ്ങുന്ന ആളുകൾ ഇത് ചെയ്തിട്ട് ശരിക്കും ഇങ്ങോട്ട് ഇതിലൂടെ കിട്ടുന്ന ഒന്ന് ബ്രീത്തിങ് വായു കപ്പാസിറ്റി കൂടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി, വ്യക്തത, സൗണ്ടിൻ്റെ ആ ഒരു മാധുര്യം. നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ വോയിസ് കേൾക്കുമ്പോൾ ഒരു വെറുപ്പ് തോന്നും. ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വോയിസ് നമ്മൾ വാട്സപ്പിലിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതിന് ഇഷ്ടമുണ്ടാവും. നമ്മളെ വോയിസൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. നിങ്ങളത് ചെയ്താണ് സ മാത്രം. പെരിപോരി ചെയ്യുമ്പോൾ മക്കളാരും കാണണ്ട എന്ന് ഓളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം എന്ന് പറയുന്നുണ്ട്, ഈ എന്ന് പറയുന്നുണ്ട്, എന്തായി എന്നൊക്കെ തോന്നും. അപ്പോൾ നോക്കി, ഞാൻ പറയുന്നത് ശബ്ദം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരുപാട് പ്രത്യേക അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ശബ്ദം. അത് മൃഗങ്ങൾക്കില്ല, സംസാരിക്കാനുള്ള കഴിവ്. ഖുർആൻ പറയുന്നുണ്ട്, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ബയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസാരം, ഈ ശബ്ദം. നിങ്ങളുടെ എല്ലാവിധ പുരോഗതിയുടെയും പ്രധാനം നിങ്ങളുടെ ശബ്ദമാണ്, സംസാരമാണ്. ആ ഒരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ എന്ന് സൂറത്ത് റഹ്മാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ശബ്ദത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നമ്മുടെ ശബ്ദം നമുക്ക് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ശബ്ദം എനിക്ക് മാത്രമുള്ളതാണ്. ഒരു ഫോൺ നമുക്ക് വരികയാണെങ്കിൽ ആ ശബ്ദം കേട്ട് നമുക്ക് മനസ്സിലാവും, അത് മൻസൂറാണ്, ഇത് അബ്ബാസ്ക്കാണ്. അതെങ്ങനെ? എല്ലാവർക്കും ഇപ്പോൾ ഒരു പശു കരയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ പശുവിനും ഒരേ ശബ്ദമാണ്, ബാ എന്നുള്ളത്. അല്ലെങ്കിൽ ആടിനൊക്കെ ഒരു ശബ്ദമാണ്. പൂച്ച കരയാണെങ്കിൽ മിയാവും. ഏത് പൂച്ചയെന്ന് അറിയുന്നില്ല, എല്ലാ പൂച്ചക്കും ഏകദേശം ഒരു ശബ്ദമാണ്. പക്ഷേ മനുഷ്യർക്ക് അങ്ങനെയല്ല. ഒരു ഫോൺ വരുമ്പോൾ നമുക്ക് ധാരാളം നോക്കേണ്ട ആവശ്യമില്ല, ആ ശബ്ദം കേട്ടാൽ മതി, അത് മൂസാജിയാണ്, വേ മനസ്സിലാവും. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയത് ഓരോ ശബ്ദമാണ്.
ആ ശബ്ദത്തെ നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. അവൻ്റെ ശബ്ദം ഉഷാറാണോ എൻ്റെത് പോക്കാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശബ്ദത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള പരിശീലനമാണ് ഇത്. ഇവിടൊപ്പം തന്നെ ചില നമ്മുടെ വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ പച്ചമരുന്നുകൾ. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും, 40 ഉറുപ്പികയുള്ളതിന്. ഒപ്പം ഒരു കുപ്പി തേനും വാങ്ങാം. എന്നിട്ട് 2 സ്പൂണ് തേൻ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇടുക. നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല രസമാണ് കഴിക്കാൻ. നമ്മുടെ ഈ സ്വരശുദ്ധി, ശബ്ദത്തിൻ്റെ വ്യക്തത, ക്ലാരിറ്റി അതൊക്കെ ഉണ്ടാവാൻ വളരെ നല്ലതാണ്. കോട്ടക്കൽ ആയുഷാലുണ്ട്, വാങ്ങിയാൽ മതി ഇരട്ടി മധുരത്തിൻ്റെ പൊടി. ഇനി അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലുണ്ടാകും ചെറിയ ഉള്ളി, ചീരുള്ളി എന്ന് പറയും നമ്മൾ മലപ്പുറം ഭാഷയിൽ, പാലക്കാട് ചീരുള്ളി. നിങ്ങളെന്താ പറയൽ? ആ ചെറിയ ഉള്ളി. ആ ചെറിയ ഉള്ളി ചെറുതാക്കി ഇങ്ങനെ കഷ്ണിക്കുക. ഇതേപോലെ തന്നെ ഒന്നുകിൽ അതിൻ്റെ കൂടെ കൽക്കണ്ടം ചേർക്കുക, രണ്ടും കൂടി ഇങ്ങനെ കടിച്ച് ചവച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ തേന് വാർന്നിട്ട് കഴിക്കുക. ഇത് രണ്ടും നമ്മുടെ ശബ്ദത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത്തരം ശബ്ദം ക്ലിയർ ആവാൻ, അതുപോലെ തന്നെ വായുശക്തി വർദ്ധിപ്പിക്കാൻ, ഇതൊക്കെ ഒരു പ്രഭാഷകനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ, പറയുന്നപ്പോൾ സ്കൂളിലെ ഭാഷ നമ്മൾ ടി എസ് സുരേഷ് ബാബു കണ്ട ഇങ്ങനെ വാക്കുകൾ നിൽക്കാതെ സെൻറ്റൻസ് ആയിട്ട് പറയാണ്. അതൊക്കെ ഈ ഇതേപോലുള്ള പരിശീലനം തന്നെയാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തരുന്നു. സെൻറ്റൻസ് ആയിട്ട് വായിക്കുക, വായിക്കുമ്പോൾ ഒരു ഹൈലൈറ്റർ വാങ്ങുക. നമ്മൾ കാണുന്ന പുതിയ പദങ്ങൾ, പുതിയ വാക്കുകൾ കണ്ടാൽ അതെന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ വെച്ചില്ല. പിന്നെ ഇരട്ടി മധുരം വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക. അതിൻ്റെ കമ്പും കിട്ടും. പിന്നെ പഴയ നിങ്ങളെ മാതിരി കാരണന്മാർ പറയാറുണ്ട്, ഈ വെറ്റിലിൻ്റെ ഇല, അതിൻ്റെ തളിർ ഇലയുണ്ട്, വളരെ ഇങ്ങനെ മുളച്ച് വരുന്ന കുറച്ചിങ്ങനെ മൂക്കാത്ത ഇല. അത് കഴിക്കുന്നതും ശബ്ദം ശരിയാവാൻ നല്ലതാണ്. തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ കേട്ടില്ല, അതൊക്കെ ദക്ഷിണ വെക്കുന്ന സാധനമാണ്. അപ്പോൾ അത് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഓരോ ക്ലാസ്സിലും ഞാൻ കുറേശ്ശെ ടിപ്സ് പറയാറുണ്ട്, അധികം പറയാറില്ല. നിങ്ങൾ പ്രാവർത്തികമാക്കണം, അതിനുള്ള മാറ്റം ഉണ്ടാകും, ഒരു സംശയവുമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇസ്ലാമികമായിട്ടുള്ള ഒരു ചികിത്സയാണ് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ചെല്ലൽ. അതുപോലെ തന്നെ അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്നത് പതിവാക്കുന്നതും ശബ്ദത്തിൻ്റെ വ്യക്തത. അത് മൂസാ നബി ചെറിയ കുട്ടിയായപ്പോഴേ ഈ തീയിൻ്റെ കട്ട വായിലിട്ടു. അതിനുശേഷം മൂപ്പർക്ക് ചുണ്ട് ഇവിടെയൊക്കെ പൊള്ളിപ്പോയി. അപ്പോൾ പിന്നെ വിക്കുണ്ടായി. പ്രവാചകന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പ്രസംഗം. അപ്പം ഫിർഔൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പ്രസംഗിക്കാൻ ഈ ദൗത്യത്തിന് പോവുകയാണ്, പ്രബോധനം. അപ്പോൾ മൂസാ നബി പറയുകയാണ്, എനിക്ക് വിക്കുണ്ട്, ഞാൻ ആകെ ബുദ്ധിമുട്ട്, എന്താ ചെയ്യുക? അപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുത്തൊരു മന്ത്രമാണ്, ഒരു ദുആണത്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എൻ്റെ വാക്കുകൾ അതിന് നല്ല വ്യക്തതയും നല്ല സ്ഫുടതയും നീ നൽകണേ, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ പടച്ചവനെ എന്നുള്ളൊരു പ്രാർത്ഥന. നമുക്കത് വേണമെങ്കിൽ മലയാളത്തിലും ആക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മൾ ആശംസാ പ്രസംഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെ വരുന്നത്? നമ്മുടെ വരുണനായിക്കോട്ടെ. വരുൺ, എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും വരണം. വിഷയം സംഘടന, സംഘാടനങ്ങളൊക്കെ